നമസ്കാരം. CPM നേതാവും LDF കൺവീനറുമായ EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ KPCC അധ്യക്ഷന് അതായത് K സുധാകരന് വിജയമാണ്. കുറ്റവിമുക്തനാക്കണമെന്ന KPCC അധ്യക്ഷനായ K സുധാകരന്റെ ഹർജിയിൽ ഹൈക്കോടതി അനുകൂലമായിട്ടാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. K സുധാകരനെതിരെ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റം തള്ളുകയാണ് ഹൈക്കോടതി ചെയ്തത്. സുധാകരനെ പ്രതി ചേർക്കാൻ തെളിവുകൾ ഇല്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതേസമയം ഈ വിവരം കേട്ട പാതി കേൾക്കാത്ത പാതി കലിതുള്ളിയാണ് EP ജയരാജൻ ഇതിനോട് പ്രതികരിച്ചത് തന്നെ. കേസിൽ നിയമ നടപടി താൻ തുടരുമെന്നാണ് EP-യുടെ പക്ഷം. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി താൻ സ്വീകരിക്കുമത്രേ. അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടും. പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമൊന്നുമില്ല. പിണറായി വിജയനായിരുന്നത്രേ അവരുടെ ലക്ഷ്യം. അതാണ് ഇപ്പോൾ EP പറഞ്ഞു വെക്കുന്നത്. അതായത് സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് വന്നാൽ മാത്രമേ തൻ്റെ ആ ലക്ഷ്യം നടക്കൂ എന്നുള്ളത് EP ജയരാജന് വ്യക്തമായിട്ടറിയാം. EP-യുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. EP-ക്കെതിരെ വരുന്ന അമ്പുകളെല്ലാം EP നേരെ തിരിച്ച് പിണറായിയിലേക്ക് ലക്ഷ്യം വെക്കും. ഒന്നാം മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന EP-യെ പിണറായി പിന്നീട് തള്ളിക്കളയുമ്പോഴൊക്കെയും EP-യുടെ ഓരോരോ പ്രശ്നങ്ങളിലും EP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. EP-ക്ക് നേരെ വരുന്ന അമ്പുകൾ അത് പിണറായിക്ക് നേരെ വെക്കും. അത് പിണറായിക്ക് നേരെ തിരിച്ചു വിടുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പിണറായി ഇതിൽ പ്രതികരിക്കും, പിണറായി ഇതിനെതിരെ നടപടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പിണറായി മിണ്ടാതെ ഇരിക്കണം, തനിക്കെതിരെ പ്രവർത്തിക്കാതെ ഇരിക്കണം. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് EP-യുടെ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും EP പറഞ്ഞു വെക്കുന്നത് താനായിരുന്നില്ല അവരുടെ ലക്ഷ്യം, അത് പിണറായി ആയിരുന്നു എന്ന്. ഇത്രനാൾ ഇതിനെക്കുറിച്ച് യാതൊരു അക്ഷരവും EP-ക്ക് പറയാനേ ഉണ്ടായിരുന്നില്ല. സുധാകരൻ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോഴാണ് EP-ക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാകുന്നത്. ഇത്രനാൾ തന്നെ വെടിവെക്കാൻ വന്നു എന്ന് പറഞ്ഞവർ തന്നെയല്ലത്രേ ലക്ഷ്യം വെച്ചത്, പിണറായിയാണെന്ന്. ആരെങ്കിലുമൊക്കെ ഇത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത് EP-യെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. പക്ഷേ വരുന്നത് ഏത് വിധേനയും വഴിതിരിച്ചു വിടുക എന്നുള്ളത് മാത്രമാണ്. അത് ഒരു CPM നേതാവിൻ്റെ ഒരു ആത്യന്തികമായ കർമ്മകുശലതയാണ് എന്ന് തന്നെ പറയാം. അവർക്ക് നേരെ വരുന്ന ഏതൊരമ്പും അവർ തനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരിലേക്ക് വഴിതിരിച്ചു വിടും. പിന്നീട് അത് അവരുമായിട്ടായിക്കോളുമല്ലോ. താൻ ഇവിടെ കൈ കഴുകിയിരുന്ന കളി കണ്ടാൽ മാത്രം മതി. അതുതന്നെയാണ് ഇപ്പോൾ EP-യും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ വാടകയ്ക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണിതെന്നൊക്കെ EP പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കണം. ഹൈക്കോടതി അവസാനത്തെ കോടതിയൊന്നുമല്ല. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയിൽ കാണാം, കോടതി ഉണ്ടല്ലോ എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. തങ്ങൾക്കെതിരെയുള്ള വിധികൾ വരുമ്പോൾ അവർ നേരെ തിരിച്ചു വിടും. CPM ആരെയും ഏറെ നാൾ കൂടെ കൊണ്ട് നടക്കാറൊന്നുമില്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരപ്പം തന്നെ കൈവിട്ടേക്കും. അത് കോടതിയാണെങ്കിലും ശരി. അവരുടെ ഒരു പ്രവൃത്തി, അവരുടെ ആ ഒരു രീതി EP-യുടെ ഈ പ്രവൃത്തിയിലും കാണാം. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ഭേദം എങ്ങനെയും പിണറായിയെ കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യം മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് തങ്ങൾക്കെതിരെയുള്ള കൂരമ്പ് തന്നെയായിരിക്കുമെന്ന് EP-ക്ക് നന്നായിട്ട് അറിയാം. നാണക്കേടാണല്ലോ. അതുകൊണ്ട് EP അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ സാധ്യതയില്ല. എന്തായാലും ഈ കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ്
തന്നെയും കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് KPCC അധ്യക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 1995 ഈ സംഭവം. 95 ഏപ്രിൽ 12 ഈ സംഭവം നടക്കുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങവെയാണ് ട്രെയിനിൽ വെച്ചിട്ടാണ് ജയരാജന് നേരെ അക്രമി സംഘം വെടിയുതിർത്തത്. ജയരാജനെ കൊല്ലാൻ മറ്റ് പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും കൃത്യം നടത്താൻ ഏൽപ്പിച്ചത് സുധാകരനാണെന്നുമാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന കാര്യം. ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ സംഭവം. ട്രെയിനിൽ വെച്ചാണ് EP ജയരാജന് അന്ന് വെടിയേറ്റത്. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ കുടുംബസമേതം രാജധാനി എക്സ്പ്രസിലായിരുന്നു നാട്ടിലേക്ക് തിരിച്ചത്. AC കോച്ചിൽ വാഷ് ബേസിന് സമീപം നിൽക്കുമ്പോഴാണ് ജയരാജന് വെടിയേറ്റത്. ട്രെയിനിൽ കൊള്ളക്കാരെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ കേരളീയരായിരുന്ന വിക്രം ചാലിൽ, ശശി, പേട്ട ദിനേശൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. അന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് നേതാവായിരുന്ന K സുധാകരനും CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന EP ജയരാജനും തമ്മിൽ വാക്പോര് നടക്കുന്ന കാലമായിരുന്നു. അണികൾ തമ്മിൽ കയ്യാങ്കളിയുമൊക്കെ സർവ്വസാധാരണം. സംഭവം ആന്ധ്രയിലാണ് നടന്നതെന്നതിനാൽ ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വവും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. പ്രതിപട്ടികയിൽ K സുധാകരനും പരേതനായ MV രാഘവനും ഉൾപ്പെട്ടിരുന്നു. ഇവർ ഗൂഢാലോചന നടത്തിയാണ് ജയരാജന് നേരെ അക്രമമുണ്ടായതെന്നായിരുന്നു CPMന്റെ അന്നത്തെ ആരോപണം. തുടർന്ന് കേസിൽ നിന്നും സുധാകരനും MV രാഘവനും ഒഴിവാക്കപ്പെട്ടു. പ്രതിയായ ദിനേശൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് സുധാകരനും രാഘവനും രക്ഷപ്പെട്ടതെന്നാണ് CPM ഇപ്പോഴും വിശ്വസിക്കുന്നത്. അക്കാലത്ത് K സുധാകരനെയും MV രാഘവനെയും ജില്ലയിലെങ്ങും ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി CPM പ്രചാരണം വൻതോതിൽ അഴിച്ചുവിട്ടിരുന്നു. വെടിയേറ്റ സംഭവത്തെ തുടർന്ന് EP ജയരാജൻ മാസങ്ങളോളം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടിയും വന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവധി നൽകി പകരം MV ഗോവിന്ദൻ മാസ്റ്ററെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്കിടെ ജയരാജന്റെ കഴുത്തിലെ വെടിയുണ്ട കേരളത്തിൽ ചർച്ചയായിരുന്നു. EP ജയരാജൻ എന്ന വ്യക്തി അടുത്ത കാലം വരെയും ജനപ്രിയ നേതാവായി ഉയർന്നതിന് പിന്നിലും ഈ വെടിവെപ്പ് സംഭവം ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. എന്നാൽ തലയിൽ വെടിയുണ്ടയുമായി ജീവിക്കുകയാണ് EP ജയരാജൻ എന്നാണ് CPMന്റെ വാദം. ഈ വാദത്തെ പരിഹസിച്ച് K സുധാകരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും EP ജയരാജൻ വാഷ് ബേസിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ വെടിയേൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ വെടിയേൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിണറായിയെയാണ് അവർ ലക്ഷ്യം വെച്ചത് എന്ന് മനസ്സിലാകുന്നതേയില്ല. അത് EP തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. നന്ദി.